രണ്ടാം ഘട്ടത്തിലും ബംഗാളിൽ മികച്ച പോളിംഗ്. ഉച്ചവരെ ബൂത്തിലെത്തിയത് 40% പേർ. പലയിടത്തും സംഘർഷമുണ്ടായി. ചില ബൂത്തുകളിൽ ബിജെപിയുടെ ചിഹ്നം മറച്ചുവെന്നും പരാതിയുണ്ട്. വിഷ്ണുപ്രസാദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഏത് തരത്തിലാണ് ഈ പരാതി ഇപ്പോൾ ഉയരുന്നത്? ബിജെപിയുടെ ചിഹ്നം മറച്ചു എന്ന പരാതിയൊക്കെ വരുന്നുണ്ടല്ലോ. എങ്ങനെയാണ് വോട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? മോത്തി ഡയമണ്ട് ഹാർബറിൽ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ പരാതി ഉയരുന്നത്. ബിജെപിയുടെ ചിഹ്നം വോട്ടിംഗ് മെഷീനിൽ ടാപ്പ് ഉപയോഗിച്ച് മറച്ചു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ബിജെപി ആരോപിക്കുന്നത്. ബിജെപിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് വസ്തുതയുണ്ടെങ്കിൽ അവിടെ റീപോളിംഗ് നടത്തുമെന്ന് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറും വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും പശ്ചിമ ബംഗാളിൽ പ്രചരണ ദിനങ്ങളിൽ കണ്ടതിന് സമാനമായ രീതിയിലുള്ള സംഘർഷങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ആക്രമണ സംഭവങ്ങൾ ഈ പോളിംഗ് ദിനത്തിലും സംഭവിച്ചു എന്നത് തന്നെയാണ്. രാവിലെ മുതൽ തന്നെ നാദിയയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ എല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. സംഘടിതമായ ആക്രമണങ്ങൾ എവിടെയും ഉണ്ടായിട്ടില്ല. അതിനിടെയാണ് ഇപ്പോൾ ഒരു ബോംബ് ശേഖരം കണ്ടെത്തിയിരിക്കുന്നത്. ഈ പോളിംഗ് ബൂത്തിന് തൊട്ട് അടുത്ത് വെച്ച് തന്നെ ഇത്തരത്തിൽ ബോംബ് ശേഖരം കണ്ടെത്തുകയായിരുന്നു. കേതുഗ്രാമിൽ ഒരു സ്കൂളിലായിരുന്നു ഈ പോളിംഗ് ബൂത്ത് ഉണ്ടായിരുന്നത്. അതിന് സമീപത്താണ് ഉപേക്ഷിക്കപ്പെട്ട ബാഗിൽ ബോംബ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. നിലവിലെ കണക്കുകൾ പ്രകാരം 40% ആയിരിക്കുന്നു പശ്ചിമ ബംഗാളിലെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത്. എന്തായാലും നല്ല പോളിംഗ് തന്നെയാണ് രണ്ടാം ഘട്ടത്തിലും ഒന്നാം ഘട്ടത്തിലേതിന് സമാനമായ രീതിയിൽ പശ്ചിമ ബംഗാളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ ഈ ഒരു വോട്ടിംഗ് പുരോഗതി കാണുകയാണെങ്കിൽ നമ്മൾ നേരത്തെ, അതായത് ഒന്നാം ഘട്ടത്തിൽ കണ്ടതിന് സമാനമായി സർവകാല റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടുള്ള ഒരു പോളിംഗ് പശ്ചിമ ബംഗാളിൽ നമുക്ക് ഇന്നും പ്രതീക്ഷിക്കാം. ഇന്നെന്തായാലും ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായുള്ള അവസാന ഘട്ട പോളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ പോളിംഗിന് ശേഷം വൈകിട്ടോട് കൂടി എക്സിറ്റ് പോൾ ഫലങ്ങളും വരും. 4-ാം തീയതി ഫലപ്രഖ്യാപനവും ഉണ്ടാവും. പക്ഷെ അതിനിടയിലും ഈ ബിജെപിയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ആയുധമെടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തമ്മിൽ സംഘർഷത്തിലേക്ക് എത്തുന്ന നിലയിലാണ് പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ട പോളിംഗ് ഇപ്പോഴും പുരോഗമിക്കുന്നത്.